ഹലോ, എല്ലാവർക്കും ഫുട്ബോൾ ബബിൾസിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലിവർപൂള് ചെൽസി ഗെയിമാണ്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പിന്നെ അതുപോലെ തന്നെ നിമേഷ് നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ നിമേഷ്. ഏയ് അപ്പോൾ കളി കണ്ട എനിക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ലിവർപൂളിന്റെ വളരെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ്. അതായത് ലിവർപൂൾ എന്ന് പറഞ്ഞ പഴയ ലിവർപൂൾ അല്ല, അറ്റാക്കിംഗ് ലിവർപൂൾ എല്ലാം മാറിയിട്ട് ഒരു ഡിഫെൻഡിങ് ലിവർപൂൾ ആയിട്ട് മാറി. അതുപോലെ തന്നെ ഓവറോൾ ഗെയിമിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കളിയാണ് ലിവർപൂൾ കളിച്ചത്. അതായത് റെഡ്സ് ഒന്നും കളിച്ചില്ലെങ്കിൽ കൂടിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അറ്റ്ലീസ്റ്റ് ബെറ്റർ ടീമായിരിക്കും എന്നുള്ളത്. പക്ഷെ ഓവറോൾ ചെൽസിയാണ് കളി മൊത്തം നിയന്ത്രിച്ചത്. അത് ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും കളി മൊത്തം നടന്നത് സെന്റർ ഓഫ് ദ കോർട്ടാണ്. അറ്റാക്കിംഗ് വളരെ കുറവായിരുന്നു. പിന്നെയും കുറച്ച് അറ്റാക്ക് ചെയ്തത് ചെൽസി ആയിരുന്നു. ചെൽസിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളി കണ്ടു. മിഡ്ഫീൽഡും സ്ട്രോങ് ആയിരുന്നു. ഡിഫൻസിന് അധികം ഒന്നും ചെയ്യാനില്ല. ഗോൾ കീപ്പറിനൊക്കെ ആകെ ഒന്നോ രണ്ടോ ഷോട്ടായിട്ട് കിട്ടിയിട്ടുള്ളൂ ചെൽസിയുടെ. അതേസമയം നമ്മുടെ പുതിയ ഗോൾ കീപ്പർ ലിവർപൂളിന്റെ ആള് ഭയങ്കര ബിസി ആയിരുന്നു. ഇടക്കിടക്ക് ഷോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഡിഫൻസ് തന്നെയായിരുന്നു കളി. ഭയങ്കര പ്രഷറിലായിരുന്നു കളിച്ചിരുന്നത്. വാൻഡൈക്ക് മോശമായിട്ടാണ് കളിച്ചത്. അതുപോലെ തന്നെ സല തീർച്ചയായിട്ടും എവിടെയും കാണാനുണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ ഷോട്ടുകൾ അടിച്ചു തോന്നുന്നു. അതും എല്ലാം പുറത്തോട്ട് പോയി, ചാൻസ് എല്ലാം മിസ് ചെയ്തു. ഇസാക്ക് ആണെങ്കിൽ അതിലും വലിയ മോശം. എനിക്ക് തോന്നുന്നത് പിന്നെയും ആ ഒരു ലിവർപൂൾ ടീമിലെ ഗ്യാപ്പ് മാത്രമാണ് അത്യാവശ്യം നല്ലൊരു കളി കളിച്ചതും അത്യാവശ്യം ആ ഒരു ഗോൾ അടിക്കല്ലാണ്ട് തന്നെ ഗ്യാപ്പ് മാത്രം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ ചെൽസി ടീമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിച്ചത്. എസ്പെഷ്യലി കുറല്ല, പിന്നെ അതുപോലെ തന്നെ കൈസേഡോ. നല്ലൊരു ഗോളായിരുന്നു കൈസേഡോയുടെ. അപ്പോൾ നിമേഷ് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇത് ഒരു ഡിസേർവിംഗ് ടീം തന്നെയാണ് ജയിച്ചത്. എന്റെ കണക്ക് പ്രകാരം ലിവർപൂളിന്റെ പ്രോബ്ലം ഡിഫൻസ് തന്നെ ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഗോളിന് കൈസഡോ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ആയിരുന്നത്. എനിക്ക് തോന്നുന്നത് വാൻഡൈക്ക് ഫ്രണ്ടിലേക്ക് പോകണം. എന്തിനാണ് ആള് ബാക്കിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്യണത് എനിക്കറിയില്ല. ബിക്കോസ് അവിടെ ആരും ഇല്ല. ആള് വലിയൊരാളാണ്. സോ ഹി ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് അറ്റാക്ക് ദ ബോൾ. അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ആള് ബാക്കിലേക്കൊക്കെ പോയി നോക്കുമ്പോൾ അപ്പോൾ ആള് മറ്റേ കൈസഡോക്ക് ക്ലിയർ ഒരു വ്യൂ കിട്ടി, ആളൊരു ഷോട്ട് എടുത്തു. അതെ. അതാണ് ഉണ്ടായത്. സെക്കൻഡ് ഗെയിമിൽ എനിക്ക് തോന്നിയത് ശരിക്ക് നമ്മൾ വീഡിയോ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു മാച്ച് കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ റോബർട്ട്സൺ എന്താ പറയുക കാലിന്റെ മുകളിൽ കൈ വെച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ആസിഫ് ആൾക്ക് ഓടി ഓടി വയ്യാതെ ചെയ്യ പോലെ. അത് കഴിഞ്ഞിട്ട് ആ ബോള് പാസ് മറ്റേ കുക്കറ ബോൾ പാസ് ചെയ്തപ്പോഴാണ് ആള് പെട്ടെന്ന് ഓടണത്. അയ്യോ പ്രശ്നമായില്ലോ പറഞ്ഞിട്ട് അതിനുള്ളിൽ ഗേൾ കയറി. അപ്പം അതാ പറഞ്ഞു, ഇറ്റ് വാസ് എ വെരി ഡിഫെൻസീവ്, ഭയങ്കര മോശമായിരുന്നു. പിന്നെ എനിക്ക് ലൈക്ക് ഹാഷിം പറഞ്ഞ പോലെ ഫസ്റ്റ് എനിക്ക് അതിന് അവരുടെ മിഡ്ഫീൽഡ് പോരാ. മിഡ്ഫീൽഡ് അങ്ങോട്ട് വർക്കൗട്ട് ആവണില്ല. പിന്നെ വേറെ ഒന്നും പറയാം, ലൈക്ക് അതിന് ലിവർപൂൾ ഫാൻസിന് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമാവില്ല. ബട്ട് അവർ ലാസ്റ്റ് സീസണും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈവൻ ആ ഗോൾ കിട്ടി തന്നെ ഇസാക്ക് ആസ് യൂഷ്വൽ അവൻ അവിടെ ടേൺ ചെയ്തിട്ട് ബോൾ നിർത്താൻ നോക്കിയതാണ്. അവൻ ഗ്വാപ്കോന് കൊടുത്തതൊന്നല്ല. അത് അവൻ നിർത്താൻ നോക്കി, അത് കയ്യിൽ കിട്ടിയില്ല. അതിൽ നമുക്ക് ഒരു ഡിബേറ്റ് തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് അത് രണ്ട് തരമായിട്ട് പറയും. നിമേഷ് പറഞ്ഞ ആ വ്യൂ പോയിന്റും ഉണ്ട്. മറ്റത് ഒരു ഗ്യാപ്പോ ബ്രില്യൻസ് ആയിട്ടോ പറയാവുന്നതാണ്. അത് നമ്മള് ലിവർപൂൾ ഫാൻസിനോട് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അവരതേ പറയുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് നമ്മൾ പറയില്ല, ലാസ്റ്റ് സീസണും ഇതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ തന്നെയാണ് അവർ കളിച്ചായിരുന്നത്. മീൻ ഭയങ്കര ഒരു ഇതൊന്നുമില്ല. ഇതൊരു ഒരു ടീം ഒരു എന്താണ് പറയാ, ഇവൻ ഇപ്പൊ മെക്കാലിസ്റ്റർ ഒക്കെ ഇപ്പൊ എന്താ ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അല്ലെങ്കിൽ ആൾ എന്തിനാ അവിടെ ഉണ്ടായിരുന്നു, അല്ല, എന്താണ് ആള് മെക്കാലിസ്റ്റർ ഒന്നും ചെയ്യുന്നത്. പന്തേ ഇല്ലടോ. അല്ല പന്തേ ബട്ട് കിട്ടുന്നില്ല. സ്റ്റിൽ ആള് എന്തെങ്കിലും ഒരു ഇത് ചെയ്യും. ഈ പ്രാവശ്യം ഒന്നുമില്ല. മറ്റേ ഗ്രാവൻ പ്രോ ഭയങ്കര ഫോമിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നും ആളില്ല. അത് ശരിക്കും പറയാ ഇതൊരു നല്ലൊരു കളിയായിരുന്നു. എന്തിനാ അറിയോ, കൈസഡോനെ ഫസ്റ്റ് നോക്കിയിരുന്നത് ലിവർപൂളാണ്. എന്നിട്ട് അതെ. അവരുടെ കയ്യിൽ നിന്നാണ് അങ്ങോട്ട് പോയത്. ഇപ്പൊ അതെ. അവർക്ക് തോന്നുന്നു അന്ന് അവര് അതിന് ജസ്റ്റ് ചെറിയൊരു കളി കളിച്ചത് എനിക്ക് 100 മില്യൺ തരാൻ പറ്റില്ല പറഞ്ഞിട്ട്. അവിടെയാണ് ബ്രൈറ്റ് ചെൽസി ഒന്ന് അടിച്ചുകൊണ്ടുപോയി. ഇന്നിപ്പോ അതിന്റെ അടി തിരിച്ചവർക്ക് കിട്ടി. അതന്നെ ഉണ്ടായി. കൈസോടേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അത് മെയിൻലി എനിക്ക് തോന്നുന്നു ലിവർപൂളിന്റെ തോൽവിക്ക് പ്രധാന രണ്ട് കാരണം. അതായത് ലിവർപൂളിന് തോൽവിയേക്കാൾ കൂടുതൽ ഓവറോൾ കഴിഞ്ഞ 2-3 കളിയായിട്ട് ആ ഒരു ഫോം നമുക്ക് കണ്ടാ അറിയാലോ. വളരെ മോശമായിട്ടാണ് കളിക്കുന്നത് ലിവർപൂൾ. അതെ ഓക്കെ. അതെ അപ്പോൾ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിമേഷ് പറഞ്ഞ പോലെ ഒന്ന് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് വളരെ ഒരു കോർഡിനേഷൻ ഇല്ല. മിഡ്ഫീൽഡ് ഡിഫൻസിനായിട്ടും കോർഡിനേഷൻ ഇല്ല, അറ്റാക്കിനായിട്ടും കോർഡിനേഷൻ ഇല്ല. നമ്പർ 2, ലിവർപൂളിന്റെ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ലിവർപൂളിന്റെ മൊത്തം പെർഫോമൻസും ഗ്രാഫ് താഴെ പോകാനുള്ള മെയിൻ റീസൺ സലാഡ് പെർഫോമൻസ്. സാല കോൺട്രാക്ട് റിന്യൂവൽ വരുമ്പോ ഫോം വരും. ഇപ്പൊ ഇല്ലല്ലോ, അപ്പൊ പോയി. അത്ര ഉള്ളൂ. അതെ. അപ്പോ സല കളിച്ചിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ചിലപ്പോൾ 2-1 ലിവർപൂൾ ജയിക്കുമായിരുന്നു. സല ആകെ എത്ര 3 ഷോട്ടായിട്ട് അടിച്ചുള്ളൂ. 3 ഷോട്ട്, അതോ എല്ലാം മിസ്. അല്ല ബട്ട് ഓക്കെ, ഓൾ ജോക്സ് അസൈഡ്, എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ സാലയ്ക്ക് ആ പഴയ സപ്ലൈ ഉണ്ടല്ലോ അത് കിട്ടണില്ല. ആള് ഇപ്പൊ ഞാൻ കണ്ടത്, ബിക്കോസ് എനിക്ക് തന്നെ ഒരു അതിശയമായിട്ട് തോന്നി. ലെറ്റ്സ് ടേക്ക് യുണൈറ്റഡ്, നമ്മൾ വലിയ മുകളിലത്തെ ടീം എടുക്കണ്ട. യുണൈറ്റഡ് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എംബോമോ അവിടെ ഉണ്ട്, ആൻഡ് ലെറ്റ്സ് സേ അവിടെ ഡലോ ഉണ്ട്. അപ്പോ ഒരു ത്രോ വരുമ്പോ ആരാ എടുക്കുക? എംബോമോ എടുക്കില്ല. അതെ. ഈസ് കൺസിഡർഡ് ആസ് എൻ അറ്റാക്കർ. ദാറ്റ് ഇസ് അവിടെ. കറക്റ്റ്. ഇന്ന് ഞാൻ ശരിക്കും നമ്മൾ മാച്ച് കാണുമ്പോൾ
സാലയാണ് ത്രോ എടുക്കണത്. എന്തിന്? ത്രോ ലൈക്ക് എടുക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ലൈക്ക് ഹി ഷുഡ് നോട്ട് അതെ, ബി ടേക്കിംഗ് അതെ, ദാറ്റ്. അതെ, അപ്പൊ അതെ. അതാ ഞാൻ പറഞ്ഞത്. അവിടെ ശരിക്കും ആ ഒരു ഇത് കാണാൻ ലൈക്ക് ഇനി ആളുടെ മെയിൻ കളി എങ്ങനെയാ വെച്ചാൽ ബൈ ലൈനിന്റെ എവിടെന്നെങ്കിലും എടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുക. ഈ ഭാഷ ആ, അങ്ങനെ ആൾ ഫുൾ ബൈ ലൈനിൽ ഇങ്ങനെ ഓടുകയായിരുന്നു ആസ് എ ലൈക്ക് ഡിഫൻഡർ. അതാ ഞാൻ പറഞ്ഞത്. ആ, ലൈക്ക് അതൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ബാഡ് ആയിട്ടൊന്ന് തോന്നിയത് ആൾക്കല്ല, ലിവർപൂളിന് തന്നെ. ബിക്കോസ് ലാസ്റ്റ് ഇയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോപ്പിന്റെ ഒരു ജ്യൂസ് അതിലുണ്ടായിരുന്നു. ആ, അപ്പോ സ്ലോട്ട് അത് അങ്ങോട്ട് ഉപയോഗിച്ചു. ആൻഡ് അവർക്ക് ലീഗ് കിട്ടി. ഉം. ഈ കൊല്ലാവുമ്പോഴേക്ക് ആ ജ്യൂസ് കഴിഞ്ഞു. ബട്ട് അതിന്റെ ഇടയിൽ കുറച്ചൊരു ട്രാജഡി നടന്നല്ലോ. നമ്മുടെ ഡിയോഗോ ജോട്ടയുടെ ഒരു ജോട്ടയുടെ അതെ. ട്രാജഡി നടന്നു. ഉം. അപ്പൊ അതുണ്ടായി. പിന്നെ ട്രെന്റ് വിട്ടുപോയി, പിന്നെ ഡിയാസ് വിട്ടുപോയി. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു ഫോഴ്സ്ഡ് ചേഞ്ച് ആയിരുന്നു സ്ലോട്ടിന്റെ മുകളിൽ. മേ ബി സ്ലോട്ട് ചിലപ്പോൾ 1-2 പേരെ കൊണ്ടുവന്നുണ്ടാവുള്ളൂ. മേ ബി ഫ്രിംപോങ് ഇല്ലച്ച വേർഡ്സിനെ മാത്രമാണ് ചിലപ്പോൾ കൊണ്ടുണ്ടാവുള്ളൂ. ബട്ട് ഇപ്പൊ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് 5-6 പേര് പുതിയത് വന്നു. ഉം. ആ ഒരു മിക്സ് അങ്ങോട്ട് ശരിയാവണില്ല. മേ ബി ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വെച്ചാൽ ലെറ്റ്സ് ജോട്ട ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടില്ല. ട്രെൻഡ് പോയിട്ടില്ല, ഡിയാസ് പോയിട്ടില്ല വെച്ചാൽ മേ ബി ആള് 2 ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടാവും. വെറിഡ്സും പിന്നെ നമ്മളുടെ ഇസാക്കും ഫോർ എക്സാമ്പിൾ. ഉം. അത്രയിൽ നിർത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. പെട്ടെന്ന് ആൾക്ക് എല്ലാവരുടെയും എംബെഡ് ചെയ്യണം. ആൻഡ് ഇത് ലൈക്ക് ഇന്നിങ്ങനെയും പറയല്ലോ, ദേ ആർ ദ ചാമ്പ്യൻസ്. അപ്പോ Yeah. എല്ലാവരും അവരുടെ അഗേൻസ്റ്റ് തന്നെ കളിക്കുക. ഉം. കുറച്ച് കൂടുതൽ ഡിഫെൻഡ് ഒരു അറ്റാക്ക് ആയാലും അറ്റാക്കും ഉണ്ടാവും, ഡിഫെൻഡും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ടു early. അവർക്ക് കുറെ സമയമുണ്ട് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ. അതാണ് ഐ തിങ്ക് അതെ, ലൈക്ക്. അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ആ സലയെ ഹെൽപ്പ് ചെയ്യണം. നീ പറഞ്ഞ പോയിന്റില് ഇന്നത്തെ കളി തന്നെ നോക്കും. അപ്പൊ സലയുടെ ബാക്കിൽ കളിച്ചിരുന്ന കോണോ ബ്രാഡ്ലി ആള് വളരെ മോശമായിട്ടാണ് കളിച്ചത്. ഓക്കെ, അപ്പോൾ സലക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റോ ഇല്ല ആ ഒരു റൈറ്റ് നിന്ന് കളിക്കാൻ. കയറിയിട്ട് കളിക്കാനുള്ളത്. അതെ അപ്പോൾ അതെ അതുകൊണ്ടാണ് നീ പറഞ്ഞ പോയിന്റിൽ ത്രോ എടുക്കുന്ന പോലും സലയായിരുന്നു. കാരണം ഈ ആള് ബ്രാഡ്ലി അവിടെ ഇല്ല, അവിടെ കാണാനൊന്നും ഇല്ല, ബോൾ എടുക്കാനും എറിയാനും അതെ മറ്റും അതെ അറ്റാക്ക് അതെ ചെയ്യാനൊന്നും അതെ. ആളില്ല. അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുക ഈ വർഷം മുതൽ റെഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിരുന്നത്. അല്ലെങ്കിൽ ഒരു സെൻട്രൽ നമ്പർ 10ന്റെ ആ ഒരു റോളിൽ ദാൻ സല. അതെ അപ്പൊ അതുകൊണ്ട് തന്നെ സലക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇൻകമിംഗ് ബോൾസ് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇനിയിപ്പോ റണ്ണും കുറയുന്നുണ്ട്. അതുപോലെ തന്നെ സലയുടെ ഇൻഫ്ലുവൻസ് കുറയുന്ന അത്രയും ലിവർപൂൾ തോൽക്കാനുള്ള ചാൻസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അതായത് പ്രൊമോഷൻ. അതെ തോക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും അറ്റാക്കിന് ഇല്ല. റോബർട്ട്സൺ ഹീസ് ഓൾഡ്. കളിക്കാതിരിക്കുന്നതിനും അതെ അവന്റെ കഴിഞ്ഞു, അവന്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കണ്ടില്ല രണ്ടാമത്തെ ഗോളിലായപ്പോൾ അവനും മനസ്സിലാവുന്നില്ല. ഈ കനോട്ട് ഈവൻ ഐഡന്റിഫൈ ദർ ഇസ് എ ത്രെറ്റ് അതെ. കമ്മിങ്. യെസ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പുതിയ വിങ്ങുകളാണ്. കെർക്കസ് ആയാലും ബ്രാഡ്ലി ആയാലും അല്ല, പോരാ. കെർക്കേസ് ആക്ച്വലി ഈ പ്രാവശ്യം നന്നായിരുന്നു. ലൈക്ക് ഹി ഡിഡ് വെരി നല്ല റൺസ് ഒക്കെ ചെയ്തു. ആള് കുറെയൊക്കെ വെച്ചു കൊടുത്തു. പഠിക്കുന്ന ആ ഫൈനൽ തേർഡിൽ ചെറിയ ഒരു ഡിസിഷൻസ് ആളുടെ ശരിയായില്ല. ബട്ട് ഹീസ് നോട്ട് ബട്ട് ലീത്തൽ ഇനഫ് ടു ത്രെറ്റൻ ദറ്റ് ഡിഫൻസ്. ആ അത് ഓക്കെ, ശരിയായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രെൻഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല. ഞാൻ പറയുന്നത് കെർക്കസിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കൂടി ട്രെൻഡ് ഇപ്പൊ സലയും ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ റൈറ്റില് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും ഗെയിം. They will kind of they will be a threat all the time. So at least the Chelsea will be reserved to look after that right wing. That's the last wing. അതെ 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 അപ്പൊ അതെ അവിടെ അത് ഉണ്ടാകുമ്പോ ശരിയാ. തന്നെ അപ്പോൾ തന്നെ ഇവർക്ക് ഇത്ര ഫ്രീ ആയിട്ട് ചെൽസി കളിക്കാൻ പറ്റില്ല. അതെ എന്നിട്ടും ചെൽസി മോശമാണ്. ഞാൻ പറയുന്നത് കമ്പയർഡ് ടു ലിവർപൂൾ ചെൽസി ബെറ്റർ ആയിരുന്നു എന്നാണ്. ഇതിന്റെ അർത്ഥം ചെൽസി നല്ല കളിയൊന്നുമില്ല. ചെൽസി ആദ്യത്തെ വീക്ക് 1-2 നന്നായി സ്ട്രോങ് നന്നായി ആയിട്ട് കളിച്ചു. കളിച്ചു. നമ്മൾ സംസാരിച്ചതാണ് അതിനെ കുറിച്ച്. പക്ഷേ ഓരോ കളി കഴിയും തോറും ചെൽസി വളരെ മോശം. അതായത് സ്കൂൾ പിള്ളേർ ഉണ്ടല്ലോ, ക്ലാസ് ടീച്ചർ വന്നിട്ടില്ല, അപ്പൊ ഇന്ന് നമുക്ക് കളിക്കാന്ന് തോന്നിയ മാതിരി ബെഞ്ചിൽ കയറുന്നു, ചാടുന്നു. ആ പരിപാടിയാണ് ഇപ്പൊ ചെൽസിയിൽ നടക്കുന്നത്. അപ്പോൾ അതെ അതെ അതുകൊണ്ട് അതെ തന്നെ അതെ. എന്നിട്ടും ആ ലിവർപൂളിനായിട്ട് അവർ ജയിക്കണമെങ്കിൽ ആ ഇന്നത്തെ ഒരു ബ്രില്യൻസും പിന്നെ മാത്രമല്ല ലിവർപൂളിന്റെ പോരായ്മ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒരു ലൈക്ക് ലാസ്റ്റിൽ നോക്കുമ്പോ ബെറ്റർ ടീം വൺ ഇൻ എ വേ. അബ്സല്യൂട്ട്ലി, ഒരു ഡൗട്ടും ഇല്ല അതിൽ. ചെൽസി തന്നെയായിരുന്നു ബെറ്റർ ടീം. ചെൽസി സപ്പോസ് ടു ബി 2-0 എന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ആ 1 ഗോൾ അതെ കിട്ടിയത് യെസ്. അതൊരു ഭാഗ്യാണ്. അപ്പോ ഐ അഗ്രി. എന്തായാലും കണ്ടറിയാം ലിവർപൂൾ എങ്ങനെ ഇമ്പ്രൂവ് ആവും എന്നുള്ളത്. ചെൽസിയും യെസ്. മോശമാണ്. ഓക്കെ, അപ്പൊ എല്ലാരും മത്സരിക്കാണ് ആര് ഏറ്റവും മോശം ഇത്തവണ എന്നുള്ളതാണ്. അതെ അതിൽ അതെ എനിക്ക് തോന്നുന്ന ബെറ്റർ ആർസണലിനെ ഉള്ളൂ. ആർസണലിന് ഇപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾ അടിക്കാൻ ഇപ്പോഴും ഒരു മടിയുണ്ട്. അത് ഫിറ്റ് ആവും, കളി കഴിയും തോറും നന്നാവുന്ന പ്രതീക്ഷ. അതെ 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 അത് നമുക്ക് നോക്കി അല്ല ഈവൻ ഇപ്പോഴും ഞാൻ ലിവർപൂളിന് ഡിസ്കൗണ്ട് ചെയ്യില്ല. ഞാൻ പറയില്ല ലിവർപൂൾ പോയിന്ന്. ബട്ട് എന്താ വെച്ചാൽ ബട്ട് ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ബ്രേക്ക്, ഇതൊരു റൈറ്റ് ടൈമാണ്. ബിക്കോസ് ഇറ്റ് വിൽ ഗിവ് ദം ഒരു റീസെറ്റ്. ദാറ്റ് ഇസ് അവർക്ക് തിരിച്ചു പോയിട്ട് സ്ലോട്ട് ആയാലും ഓർ ഈവൻ പ്ലേയേഴ്സിനും അവർക്കൊരു ബ്രേക്ക് കിട്ടില്ലോ, മെന്റൽ ഒരു ബ്രേക്ക് അതെ വരും. അതെ ഉം. അപ്പോൾ അതെ ദാറ്റ് മൈറ്റ് റിവൈവ് ദം. അപ്പോൾ വിൽ സി. അതെ എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കളിയിൽ കാണാം നിവേഷ്. ഓക്കെ, വന്നതിൽ വളരെ ഓക്കെ സന്തോഷം. ബൈ. ബൈ.